ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് വിവോ Y20i എന്ന് പറയുന്ന ഫോണാണ്. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഈ ഫോണൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ഞാനിത് ആദ്യം അൺബോക്സ് ചെയ്താണ്, സോ അതിൻ്റെ ലെവലിലൊന്നല്ല കാര്യങ്ങൾ കിടക്കുന്നത്, എങ്കിലും ഇതിൻ്റെ കാണിക്കുമ്പോൾ ഒന്നും കൂടി അൺബോക്സ് ചെയ്യുന്നു. സോ നമുക്ക് ഇതിൻ്റെ കൂടി തന്നെ ഒരു റബ്ബർ കേസ് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു മേന്മയായിട്ട് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം, അതായത് വിവോ Y20i. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. നല്ലൊരു സ്റ്റൈലിഷ് ഫോൺ തന്നെയാണ് വിവോ Y20i. ഫോണിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സായി പറയുന്നത് 5000 mAh ബാറ്ററി, 5000 ട്രിപ്പിൾ മാക്രോ ക്യാമറ, അതുപോലെ തന്നെ സൈഡിലുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്നിവയാണ്. സോ നമുക്ക് അതൊക്കെ നോക്കാം. സോ ഇതിൻ്റോടൊപ്പം കിട്ടുന്ന ചാർജറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ചാർജർ അല്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ടൈപ്പ് സി കേബിളുമല്ല. പിന്നെ ഈ ഫോണിൻ്റെ ഒപ്പം നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സിം എജക്ടർ, അതുപോലെ തന്നെ കേസ്, കൂടാതെ ഇതൊരു ടെമ്പേർഡ് ഗ്ലാസ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇൻബിൽട്ടാണ്. സോ ഇതൊക്കെയാണ് ലഭിക്കുന്നത്. ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുക്കാമെന്ന് ഉപയോഗിക്കുക, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണിൽ. ഞാൻ ഈ ഫോൺ വാങ്ങിയത് മൈജി വടകരയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ മൈജിയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ, ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 460 ആണ്. അതൊരു ഒക്ടോ കോർ പ്രോസസ്സറാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു കുറഞ്ഞ പ്രോസസ്സറായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ എങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ താഴെയായിട്ടാണ് ഹെഡ്ഫോൺ ജാക്കും മൈക്രോഫോണൊക്കെ വരുന്നത്. 3.5 mm ഹെഡ്ഫോൺ ജാക്കും മൈക്രോഫോണും സ്പീക്കേഴ്സും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സിം ടൈപ്പ് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ്. ആൻഡ്രോയിഡിൻ്റെ തന്നെ യൂസർ ഇൻ്റർഫേസായ ഫൺടച്ച് 10.5 വെർഷനിലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10-ലാണ് ഇപ്പോൾ ഈ ഫോണുള്ളത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.51 ഇഞ്ചിൻ്റെ 1600x720 പിക്സൽസ് റെസൊല്യൂഷനുള്ള HD+ IPS ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് നൽകിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് എക്സ് ക്യാപ്ചർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ പ്രൈമറി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ക്യാമറകളാണ് പുറകുവശത്തുള്ളത്. 13 MP, 2 MP, 2 MP എന്നിങ്ങനെയാണ്. ഇനി ക്യാമറയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് മാക്രോ ക്യാമറ തന്നെയാണ്. അതായത് നമുക്ക് ചെറിയൊരു സബ്ജക്റ്റിനെ പോലും നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് സാധിക്കുന്നു എന്നുള്ളതാണ്. വിവോ എന്ന് പറയുന്നത് തന്നെ ഒരു ക്യാമറ ഫോണാണ്. സോ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കുറേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേറൊരു ആപ്പിൻ്റെ സഹായമൊന്നും വേണ്ട. ഇതിൽ തന്നെ കുറേ അധികം ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാൻ, അതായത് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ കമ്പനി നൽകുന്നുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഇതിൻ്റെ പ്രോ മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോ മോഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രോ മോഡിൽ നമുക്ക് ISO മാക്സിമം 3200 വരെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് നല്ല രീതിയിൽ കൂട്ടാനും കുറയ്ക്കാനും ഈ ഫോണിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ്. സോ കംപ്ലീറ്റ്ലി ഇതൊരു ക്യാമറ ഫോണായിട്ടാണ് ഇവർ പറയുന്നത്. ഇനി ബാക്കിയുള്ള സ്പെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിൽ വീഡിയോ നമുക്ക് 1080 പിക്സൽസ് പിക്സൽ റെസൊല്യൂഷൻ വരെ എടുക്കാൻ സാധിക്കും. 4K റെക്കോർഡിങ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു കംപ്ലീറ്റ് ക്യാമറ ഫോണായിട്ടാണ് വരുന്നത്. സ്ലോ മോഷൻ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ എങ്കിലും നല്ല രീതിയിൽ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് സൈഡിലെ ഈ സെൻസർ എന്ന് പറയുന്നത്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ. അതുപോലെ തന്നെ ഈ ഫോണെന്ന് പറയുന്നത് ഒരു നല്ലൊരു സ്റ്റൈലിഷ് ഫോൺ തന്നെയാണ് ആദ്യം തന്നെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന റബ്ബർ കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡ് ഇൻബിൽട്ടാണ്. പിന്നെ ഇതിൻ്റെ വെയ്റ്റും കാര്യങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ 192.3 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഈ ഫോൺ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നാൻ കാരണം എനിക്ക് തോന്നുന്നു ഈക്വലായിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് എല്ലാ ഭാഗത്തേക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു ലൈറ്റ് വെയിറ്റ് ഫീൽ നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഒപ്പം നൽകിയിരിക്കുന്ന ടെമ്പേർഡ് ഗ്ലാസും അതുപോലെ തന്നെ ഈ ഒരു കവറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഏറ്റവും കുറച്ച് പോരായ്മകളായിട്ട് തോന്നുന്നത് ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പ്രോസസ്സർ ലേശം കുറഞ്ഞു പോയെന്നും കൂടി സംശയമുണ്ട്.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫോണ് അത്ര കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പം പറയാണ്ട് പോയൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഈ സൂമിങ്ങും അതുപോലെ തന്നെ ഒരു സാമ്പിൾ ഫോട്ടോയും വെക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ റിവ്യൂ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുമെങ്കിലും അതും കൂടി ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തുകയാണ്. അതായത് 4x സൂം വരെ നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കും. അത് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫോട്ടോ ലോ ലൈറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിവേ ഈ ഫോണ് നല്ലൊരു ഫോണായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അത്യാവശ്യം ഫാസ്റ്റാണ്, നല്ല രീതിയിൽ ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വാറൻറ്റി വരുന്നത് 1 ഇയർ വാറൻറ്റി ഫോണിനും അതുപോലെ തന്നെ 6 മാസം വാറൻറ്റി ആക്സസറീസിനും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.